നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്റർ മയാമിക്ക് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് മെക്സിക്കൻ ക്ലബ്ബായ മോണ്ടെറി ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയത്. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി പരിക്ക് കാരണം കളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ മത്സര ശേഷം ലയണൽ മെസ്സി എതിർ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം മോണ്ടെറി പരിശീലകൻ നിക്കോ സാഞ്ചസ് പ്രതികരിച്ചതിന്റെ ഓഡിയോയാണ് ഇപ്പോൾ ലീക്കായിട്ടുള്ളത്. മെസ്സിയെ പിശാചിന്റെ മുഖമുള്ള അഥവാ ചെകുത്താന്റെ മുഖമുള്ള കുള്ളൻ എന്ന് ഇദ്ദേഹം വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നുണ്ട്. മെസ്സി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റിയും ഇദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഡിയോ പുറത്തു വിട്ടിരിക്കുന്നത് ഫോക്സ് സ്പോർട്സ് മെക്സിക്കോയാണ്. അതിൽ മോണ്ടെറി കോച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആ കുള്ളന് ഭ്രാന്താണ്, ചെകുത്താന്റെ മുഖമാണ് അവന്. മെസ്സി തൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എന്നെ ആക്രമിക്കാൻ വന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ആരാണ് എന്നാണ് നിന്റെ വിചാരം? ഞാൻ അദ്ദേഹത്തെ നോക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ മെസ്സിയോട് ഒന്നും പ്രതികരിച്ചില്ല. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇന്റർ മയാമിയുടെ പരിശീലകൻ മാർട്ടിനോ, അദ്ദേഹം വെറും ഒരു കളിപ്പാവ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ് മെസ്സി എന്നോട് ഇതെല്ലാം ചെയ്തത്. ഇന്റർ മയാമി ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം മെസ്സിയും കൂട്ടരും അവിടെ ചെയ്തത് മോശമായ കാര്യങ്ങളാണ്, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. അവർ മത്സരം മോശമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതാണ് മോണ്ടെറി പരിശീലകൻ ആ ഒരു ഓഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. മെസ്സിയും സംഘവും എതിർ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഇന്റർ മയാമി പരിശീലകൻ മാർട്ടിനോ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇനി ഇതിന്റെ 2ാം പാദ മത്സരം നടക്കാനുണ്ട്. അതിൽ ലയണൽ മെസ്സി ഇറങ്ങും എന്നുള്ള കാര്യം ടാറ്റ മാർട്ടിനോ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.